മിസ്റ്ററി, ടൈം ട്രാവൽ, ടൈം ലൂപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തൊരു സിനിമയാണ് സംഭവം അധ്യായം 1. സംഭവമായോ എന്ന് ചോദിച്ചാൽ സംഭവം അത്ര അങ്ങ് സംഭവമായില്ല, പക്ഷെ സംഭവം കൊള്ളാം. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൗണ്ട് ഡിസൈൻ വളരെ നല്ലതാണ്. തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്ക് ആ സൗണ്ട് നല്ല ഡോൾബിയിലൊക്കെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വളരെ നന്നായിട്ട് കിട്ടും. സൗണ്ട് വളരെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഈസ് ഓക്കെ കൊള്ളാം, കുഴപ്പമില്ല. ചില സ്ഥലത്ത് എന്തൊക്കെയോ ഒരു അപാകതകൾ ഫീൽ ചെയ്തു, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ആക്ടിങ്ങിലാണ് ആക്ച്വലി വല്ലാത്ത പോരായ്മ ഭയങ്കരമായിട്ട് തോന്നി. എന്താണെന്നറിയില്ല, കുറെ പുതുമുഖങ്ങളുണ്ട്, അതുകൊണ്ടാണോ ഓർ ലൈക്ക് ഒരു നല്ല കാസ്റ്റിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മികച്ച ആക്ടേഴ്സിനെ കിട്ടും. വളരെ ഓടായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. മെയിൻ ആക്ടേഴ്സ് എല്ലാം ഓക്കേയിഷ് ആണ്, പക്ഷേ സൈഡായിട്ട് വരുന്ന കുറെ പേരുണ്ട്, അവർക്കാണെങ്കിൽ ലൂപ്പ് ആയതുകൊണ്ട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ വരുന്നുണ്ട് ആൻഡ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ. സോ അത് ഇച്ചിരി ഓടായിട്ട് തോന്നി. ഒരു എന്താ പറയാ, ഒരു ഡെബ്യൂ ഡയറക്ടറുടെ സിനിമയാണോ എന്ന് തോന്നും. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു അപാകതകൾ, മെയിൻലി ആക്ടിങ് സൈഡിൽ നല്ല അപാകതകൾ ഫീൽ ചെയ്തു. കഥയുടെ സൈഡിൽ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ട്, പക്ഷേ കൊള്ളാം, നല്ല രസത്തിൽ തന്നെ ഒരു മലയാളത്തിൽ ഒരു എക്സ്പെരിമെന്റൽ എന്ന രീതിയിൽ ലൂപ്പ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും. ഇപ്പൊ പ്രത്യേകിച്ച് ലൂപ്പ് സിനിമകൾ അധികം കാണാത്തവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കാം. നല്ല രീതിയിൽ ഒരു ലൂപ്പിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ടൈം ലൂപ്പ് അല്ലെങ്കിൽ ടൈം ട്രാവൽ. ഇതിൽ ടൈം ലൂപ്പും ഉണ്ട്, ടൈം ട്രാവലിംഗ് ഉണ്ട്, ലൂപ്പിനകത്ത് ഒരു ടൈം ട്രാവൽ ഷിഫ്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. എക്സ്പ്ലനേഷൻസ് സോളിഡ് എക്സ്പ്ലനേഷൻസ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ പറയുന്നുണ്ട്. കൈൻഡ് ഓഫ് സംഭവങ്ങളാണ്. ഇറ്റ്സ് നൈസ്. ആൻഡ് അതിനകത്തൊരു ഒരു വിഗ്രഹമുണ്ട്, ഒരു കാക്കയുടെ വിഗ്രഹമുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അത് വളരെ നല്ലതായിരുന്നു. അത് കാണിക്കുന്ന സീനാണെങ്കിലും അതിനു വേണ്ടി മാത്രം വേണേൽ തിയേറ്ററിൽ പോയി കാണാം. ദാറ്റ് ഷോട്ട് ഈസ് നൈസ്. ദാറ്റ് ഷോട്ട് ഈസ് ലൈക്ക് അടിപൊളിയാണ്. ആൻഡ് ആ വിഗ്രഹം അത്രയും മേ ബി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് അതിനു വേണ്ടിയായിരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് വർത്ത് ഇറ്റ്. അത് നല്ലതായിരുന്നു. സംഭവം എന്ന പേരിൽ ഇതേ ഡയറക്ടർ എടുത്തൊരു ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. സോ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. സിനിമ കണ്ട ശേഷമാണ് ഞാൻ ഷോർട്ട് ഫിലിം കണ്ടത്. കഥ എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഷോർട്ട് ഫിലിം പിന്നെയാണ് കണ്ടത്. ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ആസ് എ ഷോർട്ട് ഫിലിം ഇറ്റ് ഈസ് നൈസ്. അതൊരു 15 മിനിറ്റിൽ ഇതിനകത്ത് പറയുന്ന ഒരു കഥയുടെ ചെറിയൊരു ഭാഗം പറയുന്നുണ്ട്. ആ 15 മിനിറ്റുള്ള ഒരു കഥയെ ഡെവലപ്പ് ചെയ്തൊരു സിനിമയാക്കിയതിന്റെ പോരായ്മകൾ സിനിമയിൽ കാണാനുണ്ട്. കാരണം ഇറ്റ്സ് കൈൻഡ് ഓഫ് കുറച്ച് സ്ട്രെച്ച്ഡ് ആണ്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് വളരെ സ്ട്രെച്ച് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് വളരെ മികച്ചു തന്നു. ഫസ്റ്റ് ഹാഫ് ലൂപ്പില്ല. ഫസ്റ്റ് ഹാഫ് ലൂപ്പിലേക്ക് വരുന്ന ഒരു എൻട്രിയാണ്. ആ ബിൽഡപ്പ് എല്ലാം വളരെ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് പക്ഷെ ആ ബിൽഡ് ഇട്ടിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ വലുത് വരുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് നല്ല കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഹൈപ്പ് അവസാനമായപ്പോൾ നിലനിർത്താൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷന് അത്രയും പറ്റിയില്ല എന്ന് തന്നെ പറയണം. പക്ഷെ എന്നാൽ ഡീസെന്റ് ഇനഫ് ആയിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടത്. പിന്നെ പല ഇംഗ്ലീഷ് സിനിമകളുടെ ഇൻഫ്ലുവൻസ് പല സമയത്തും തോന്നിയിരുന്നു. ഇപ്പോൾ ഡാർക്ക് ആണെങ്കിലും ശരി, ബോഡീസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ. പക്ഷെ അത് എന്തായാലും ഉണ്ടാവും, കാരണം നമ്മുടെ ഇതൊരു ഒറിജിനൽ കൺസെപ്റ്റ് അല്ല. ടൈം ലൂപ്പും ടൈം ട്രാവലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്നതാണ്. സോ അത് ഒബ്വിയസ് ആണ്, നമുക്കതറിയാം. എനിക്ക് തോന്നുന്നു പക്ഷെ ഒരുപാട് ടെക്നിക്കൽ സിനിമകൾ കാണുന്ന, ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകൾ കാണുന്നവർക്ക് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. പിന്നെ ഞാൻ ചില റിവ്യൂസ് കണ്ടു, നോളൻ എഫക്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞാലും ഒട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇറ്റ്സ് എ ഡീസെന്റ് ഇനഫ് ഗുഡ് എക്സ്പെരിമെന്റൽ ത്രില്ലർ ഫോർ മലയാളം ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് വാച്ച്, തിയേറ്റർ വാച്ച്. ആൻഡ് ഫോർ ദ സൗണ്ട് ഡിസൈൻ ആൻഡ് ദ അമേസിംഗ് സിനിമാറ്റോഗ്രഫി ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ഹോളിവുഡിൽ ഇത് ഈ ഒരു പാറ്റേൺ ഒരുപാടുണ്ട്. സോ അത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് സിനിമകൾ വരുമ്പോൾ പുച്ഛിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരുടെ പുച്ഛം കണ്ട് നിങ്ങളാരും പോവാതിരിക്കരുത്. ഇഫ് യു ആർ ഇൻ ടു ട്രൈയിങ് ഇൻ ടു ന്യൂ ജോൺറർ, ഇത് വളരെ നല്ലൊരു മികച്ച സിനിമയാണ്.